ഇന്നത്തെ എപ്പിസോഡിൽ മുത്തശ്ശൻ ജലജോട് ചൂടാവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജലജ പറയും, ഞാനും കുറേ തവണ നിങ്ങളെപ്പോലെ വിളിച്ചു നോക്കിയത് തന്നെയാണ്, അവൻ ഫോൺ എടുക്കുന്നില്ല, അതിന് ഞാൻ എന്താ ചെയ്യുക, എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുക. അപ്പോൾ എന്ത് തിരക്കാണ് അവനുള്ളത് എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കാറ് വരുന്ന സൗണ്ട് കേൾക്കുക. അപ്പോൾ എല്ലാവരും പറയും, അവൻ വന്നു തോന്നുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ അബിക്ക് മനസ്സിലാവും. അപ്പോൾ അബിക്ക് ആകെ ടെൻഷനാവും കേട്ടോ. നീ എവിടേക്കാടാ പോയത് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങാൻ പോയത് നവ്യക്ക് പറയും. എന്നിട്ട് എവിടെ നിൻ്റെ മുല്ലപ്പൂ വെച്ചപ്പോൾ അത് എവിടെയും കിട്ടിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നീ വെറുതെ കള്ളം പറയരുത് കേട്ടോ, മുല്ലപ്പൂ എന്താ ഇത്ര വലിയ സാധനമാണോ കിട്ടാതിരിക്കാൻ, നീ മറ്റെന്തോ കാര്യത്തിന് പോയതാന്ന് അറിയാമെന്ന് പറയും. അല്ല മുത്തശ്ശൻ, ഞാൻ ഇതിന് തന്നെ പോയതാ, പിന്നെ ഞാൻ അമ്പലത്തിലും കയറി, അപ്പം അങ്ങനെ വൈകിയതാന്നൊക്കെ പറയും. നീ വല്ലാതെ കള്ളം പറയണ്ട, ഇതൊക്കെ കള്ളാന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയനേനെയും വിളിച്ച് അഡ്രസ്സ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ദേവേനെ ചോദിക്കും, നീ എങ്ങോട്ടാണ് അവളേനെ വിളിച്ച് പോകണേ ചോദിക്കും. അപ്പോൾ എല്ലാവരും പറയും, അവർ ഭാര്യയും ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും സ്വകാര്യം പറയാനുണ്ടാവും, അതൊക്കെ നിൻ്റെ മുന്നിൽ നിന്നോട് പറയണോ ചോദിക്കും. എന്താ അപ്പോൾ ഇത്ര സ്വകാര്യം പറയാൻ മാത്രമേ ഉള്ളത് എന്നൊക്കെ ഒന്ന് പറയും കേട്ടോ. എന്താ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ദേവയാനീനെ അങ്ങനെ ഇതാക്കും. നിനക്ക് അവളോട് അസൂയല്ലേ, അവൾ വലിയ ഡിസൈനറൊക്കെ ആയത് കാരണം എന്നൊക്കെ പറയും കേട്ടോ. അതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് അബിക്കും കൂടി ഇങ്ങനെ മധുരമൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ ശേഷം നമ്മുടെ നവ്യാണെങ്കിൽ റൂമിലേക്ക് പോവും. അബിയുടെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശിയും ജലജിയും, നീ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കും. അപ്പം മുത്തശ്ശി എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ സംശയത്തോടെ കാണുന്നത് ചോദിക്കുമ്പോൾ, നീ ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനെ തന്നെയാണ്, നീ പിന്നെ എങ്ങനെ നിന്നെ സംശയത്തോടെ കാണാതിരിക്കുക, നീ നന്നാവാൻ നോക്കിക്കോ ഇനിയെങ്കിലും എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.